അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറെ നാളായി ഉറക്കമില്ലാതെ അദ്ദേഹം രാപ്പകൽ സ്വപ്നം കാണുന്ന ഒരേ ഒരു കാര്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തന്നെ തേടിയെത്തും എന്നാണ്. പക്ഷേ വെനസ്വേലയിലെ രാഷ്ട്രീയ നേതാവായ മരിയ കുരിയ മച്ചാഡോയ്ക്ക് ഇത്തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. അവർ നിക്കോളാസ് മഡൂറോയ്ക്കെതിരെയും അവിടുത്തെ വെനസ്വേലൻ ഏകാധിപത്യ ഭരണത്തിനെതിരെയും സന്ധിയില്ല പോരാട്ടം നടത്തി അവിടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു സമാനതകളില്ലാത്ത പോരാട്ടം നടത്തിയതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിയാണ് നോബൽ പുരസ്കാര കമ്മിറ്റി ആ സമ്മാനം നൽകിയിരിക്കുന്നത്. ഇതോടെ ട്രംപ് ആകെ തേങ്ങിയിരിക്കുകയാണ്. ട്രംപിന് കുറേയധികം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പലയിടത്തും യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ താനാണ് മുൻകൈ എടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടി 20 ഉപാധികളുമായി വന്നിരുന്നു. ഹമാസിനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ മുന്നിലെ ലക്ഷ്യം. ആ ലക്ഷ്യമൊന്നും തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ചെയ്യുന്നതല്ല. താൽക്കാലികമായി ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ ഇതല്ലാതെ മറ്റ് വഴിയില്ല. അതായത് ഗാസയെ ചോരക്കളമാക്കുന്ന ഇസ്രയേലിനെ താൽക്കാലികമായി പിന്തിരിപ്പിക്കുക, എന്നിട്ട് നോബൽ സമ്മാനം അടിച്ചെടുക്കുക, അതിനുശേഷം വീണ്ടും യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുക. യുദ്ധമല്ലല്ലോ, വംശഹത്യയാണ് നടക്കുന്നത്. യുദ്ധമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും എന്നുള്ള രീതിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ നിറയൊഴിക്കുകയാണ്. ഇസ്രയേലിൻ്റെ ഈ വംശഹത്യാ നടപടിയിൽ ഒരു രീതിയിലും ലോകരാജ്യങ്ങൾ അംഗീകരിക്കാനോ അതിനെ അഭിനന്ദിക്കാനോ ശ്രമിക്കില്ല. കാരണം ഫലസ്തീൻ ജനതയോട് എതിർപ്പുണ്ടായിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയേറെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കരളലിയിക്കുന്ന മനസ്സ് മരവിച്ചു പോകുന്ന കാഴ്ചകളാണ് ദൈനംദിന സാഹചര്യങ്ങൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു. അവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ കണ്ണിലും അവരുടെ മുഖത്തുമുള്ള ഭയം, ഭീതി എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ട്രംപ് ചില ന്യൂണുക്ക് വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇവിടെ സമാധാനം കൊണ്ടുവരാൻ പോവുകയാണ്, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോക്കൂ, അവരെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഓടി നടക്കുകയായിരുന്നു ഇത്രയും ദിവസവും. കാരണം നോബൽ സമ്മാനം എങ്ങനെയെങ്കിലും ഇത്തവണ അടിച്ചെടുക്കണം എന്ന ഒരേ ഒരു ആഗ്രഹമായിരുന്നു ട്രംപിന് ബാക്കിയുള്ളത്. ആവശ്യത്തിലധികം സ്വത്തുണ്ട്, ആവശ്യത്തിലധികം കല്യാണം കഴിച്ചു, പല ഭാര്യമാരിലായി മക്കൾ, ഇവരെല്ലാം ചേരുന്ന ഒരു ഗ്രാൻഡ് ട്രംപ് ഫാമിലിയുടെ കാരണവർ. ഇതൊക്കെ ഉണ്ടെങ്കിലും, പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലും നോബൽ സമ്മാനം കിട്ടാത്തതിൽ വലിയ നിരാശവാനായിരുന്നു. കാരണം തൻ്റെ മുൻഗാമിയായ ബാരക് ഒബാമയ്ക്ക് നോബൽ സമ്മാനം എന്തിനു വേണ്ടിയാണ് കൊടുത്തതെന്ന് പറഞ്ഞ് കിടന്ന് വെടികൊണ്ട പന്നിയെപ്പോലെ തെക്കും വടക്കും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രംപ് ഇപ്പോഴിതാ വീണ്ടും ഗാസയിൽ ഇസ്രയേൽ പോരാട്ടം നടത്തും എന്ന സൂചനകൾ കൊടുക്കുകയാണ്. അതായത് ഇനി നോബൽ സമ്മാനം കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ തനിക്കുണവുമായി ട്രംപ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നു എന്നർത്ഥം.